ഹരി ഓം. മഹത്തായ ഒരു സപര്യ, ഒരു ആരാധന, പൂജ അതിന്ന് സമാരംഭിക്കപ്പെടുകയാണ്. ഈ ഒരു സമാരംഭം വളരെ ഹൃദ്യമായ പ്രകാരത്തിൽ സമുദ്ഘാടനം ചെയ്യപ്പെട്ടു എന്നത് ഏറെ സന്തോഷകരമായിരിക്കുന്നു. വേദിയിൽ സംസാരിക്കാൻ എത്തിയവർ ഓരോരുത്തരും ലെവനാണോ കുശനാണോ സംസാരിച്ചതെന്നറിയില്ല, അവരുൾപ്പെടെ ഈ വേദിയുടെ ഗൗരവം ഭംഗിയായി ഉൾക്കൊണ്ട് പറയേണ്ടത് മാത്രം പറഞ്ഞു. ഇനിയും ഏറെ ഇവരിൽ നിന്നൊക്കെ കേൾക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഓരോരുത്തർക്കും തോന്നി എന്ന് സ്വാമി വിചാരിക്കട്ടെ. ശരിയാണോ? ഇങ്ങനെ ഒരു യജ്ഞത്തിൻ്റെ ഉദ്ഘാടനത്തിന് സമ്പൂത് ഫൗണ്ടേഷൻ കോഴിക്കോട് ശ്രീ ജയകുമാർജിയെ ക്ഷണിക്കുമ്പോൾ ഇത് ഇത്ര സാർത്ഥകമാവും എന്ന് വിചാരിച്ചിട്ടുണ്ടോ എന്നറിയില്ല. കോഴിക്കോടിൻ്റെ പ്രിയപ്പെട്ട കലക്ടർ അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ സർഗശേഷികൾക്കും യോജിച്ച ഒരു പദവിയിൽ വിരാജിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. സമയം കണ്ടെത്തി അദ്ദേഹം വന്ന് ഈ ഉദ്ഘാടനത്തെ ഏറ്റവും ഉചിതമായ രീതിയിൽ മിതവാക്കുകളെ കൊണ്ട്, പക്ഷേ രാമായണത്തെ സംബന്ധിച്ച് സ്വാമിക്ക് നിറയെ ഉത്തരവാദിത്വങ്ങൾ തന്നുകൊണ്ട് വളരെ ഭംഗിയായി ഒരു ചിത്രം നമ്മുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഉദ്ഘാടന കർമ്മം എങ്ങനെ വേണം എന്ന് അദ്ദേഹം നമുക്ക് വ്യക്തമാക്കി തന്നിരിക്കുകയാണ്. ചിലപ്പോഴൊക്കെ ഞങ്ങൾ ഭഗവത്ഗീത ജ്ഞാനയജ്ഞത്തിനൊക്കെ ഉദ്ഘാടകരായി വന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്നവരെക്കുറിച്ച് വളരെ വിഷമിക്കാറുണ്ട്. എന്താണ് ഭഗവാൻ അർജുനനോട് പറഞ്ഞത്? എടുക്കടാ അമ്പ്, തൊടുക്കടാ വില്ല് എന്നല്ലേ എന്നിങ്ങനെയൊക്കെ വെറുതെ ബഹളം വെച്ചു പോകും. പിന്നെ ഒരു കൺഫെഷനാണ്, ഞാൻ ഭഗവത്ഗീത ഇതുവരെ വായിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഉദ്ഘാടനത്തെ സംബന്ധിച്ച് വളരെ വിഷമം തോന്നാറുണ്ട്. ഏതായാലും എങ്ങനെ വേണം ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ എന്ന് ശ്രീ ജയകുമാർജി വളരെ ഭംഗിയായി ഇവിടെ പ്രകാശിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക രംഗത്ത് മലയാള ഭാഷയെ സമ്പുഷ്ടമാക്കുന്ന തരത്തിൽ ഒരുപാട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. യൂണിവേഴ്സിറ്റിയുടെ വലിയൊരു ഉത്തരവാദിത്വം അത് എന്നേക്കും ഓർമ്മിക്കുന്ന രീതിയിൽ പല കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയട്ടെ. കോഴിക്കോടുകാർ സ്റ്റേഡിയത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ജയകുമാർജി ഓർമ്മിക്കുന്നത് പോലെ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ഈ സമയത്ത് ആശംസിക്കുന്നു. മോചിതയും നമുക്ക് സുപരിചിതയാണ്. അവരും ഈ സന്ദർഭത്തിൽ സീതാദേവിയുടെ പ്രതിനിധിയായി നമ്മളോട് വളരെ ഭംഗിയായിട്ട് സംസാരിച്ചു. ലവകുശന്മാരും കൊല്ലത്തുനിന്ന് വന്ന കുട്ടികളാണ്. ഏതായാലും ശരി, സ്വാമി യാദൃച്ഛികമായിട്ട് ആ കുട്ടികളെ കേട്ടപ്പോൾ ഇവിടെ കൊണ്ടുവരാമെന്ന് തീരുമാനിച്ച. രണ്ടും കണ്ട ഏതാണ്ട് ഇരട്ടകളെ പോലെ ഉണ്ട്, ഇരട്ടകളല്ലെങ്കിലും. അപ്പോൾ സ്വാമി അവിടെ നിന്ന് കൊണ്ടുവരാമെന്ന് ആലോചിച്ചതാണ്. ഏതായാലും അവർ വളരെ ഭംഗിയായിട്ട് ഊർജ്ജസ്വലം അത് നിർവഹിച്ചു. അവരെ പ്രത്യേകം, കാരണം ലവകുശന്മാരിലൂടെയാണ് വാൽമീകി രാമായണ പ്രചരണം ചെയ്തത്. ആ ഒരു മഹത്തായ കാര്യത്തെ ഓർമ്മിപ്പിക്കുമാറ് അവരിവിടെ വന്നു ചേർന്നു. ഉചിതമായി അവർ ചെയ്തു ദൗത്യം. അവരെ പ്രത്യേകം അഭിനന്ദിക്കട്ടെ. ഇനി ഉദ്ഘാടന ദിവസം ഏറെ വിസ്തരിക്കേണ്ട കാര്യമില്ല, രണ്ട് കാരണങ്ങളെ കൊണ്ട്. ഒന്ന്, ഭംഗിയായി കാര്യങ്ങൾ ഇവിടെ സംഗ്രഹിച്ചിരിക്കുന്നു. രണ്ട്, നാളെ തൊട്ട് തുടങ്ങി. ഇനി ഉണ്ടല്ലോ 40 ദിവസം എന്ന് പറയുക. അപ്പം നമുക്ക് കഴിയുന്നത്ര ആസ്വദിക്കാം. വാഗീഷാദ്യാസുമനസ സർവാർത്ഥാനാമുപക്രമേ യം നത്വാ കൃതകൃത്യാ സ്യുഃ തം നമാമി ഗജാനനം ദോഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാ ദധാന
ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാ ഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. വാമേ ഭൂമിസുതാ പുരശ്ച ഹനുമാൻ പശ്ചാത് സുമിത്രാസുതഃ ശത്രുഘ്നോ ഭരതർശ്ച പാർശ്വദളയോർവായുവാദികോണേഷു ച സുഗ്രീവശ്ച വിഭീഷണശ്ച യുവരാട് താരാസുതോ ജാംബവാൻ. മധ്യേ നീലസരോജ കോമളരുചിം രാമം ഭജേ ശ്യാമളം. വാൽമീകിഗിരിസംഭൂതാ രാമസാഗരഗാമിനി പുനാതിഭുവനം പുണ്യാ രാമായണ മഹാനദി. ഗോഷ്പതീകൃതവാരാശിം അശകീകൃതരാക്ഷസം രാമായണ മഹാമാല. രത്നം വന്ദേ അനിലാത്മജം ഉല്ലംഘ്യ സിന്ധോ സലിലം സലീലം യശോകവന്നിം ജനകാത്മജായാഃ ആദായ തേനേവ ദദാഹ ലങ്കാം. നമാമി തം പ്രാഞ്ജലിരാഞ്ജനേയം മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. വാൽമീകി രാമായണത്തിൻ്റെ സവിശേഷതയെ സംബന്ധിച്ച് ഒരു ആശങ്ക ശ്രീ ജയകുമാർജി പങ്കുവയ്ക്കുകയുണ്ടായി. ഇത് ഭക്തി നിർഭരമായ ഒരു കൃതിയല്ല. പിന്നെ ഈ കൃതി എന്താണ്? ഭക്തി കൊണ്ട് ഈ കൃതി വിചാരം ചെയ്യപ്പെടണം എന്ന നിർദ്ദേശമുണ്ട്. യുക്തി കൊണ്ട് പഠിക്കപ്പെടണം എന്നും ആദേശമുണ്ട്. ഇങ്ങനെയൊക്കെ സമീപിക്കാം. ഭക്തി ആസ്വദിക്കപ്പെടുന്നു എന്നുള്ളത് സപ്താഹങ്ങളിലൂടെയും നവാഹങ്ങളിലൂടെയും ഒക്കെ ഭക്തിപരമായി കാര്യം പറയുക താരതമ്യേന എളുപ്പമാണ്, ധാരാളം ആളുകൾ എത്തിച്ചേരും എന്നുള്ളതൊക്കെ ആധ്യാത്മിക ഉത്കർഷത്തിൻ്റെ വിഷയത്തിൽ ആധ്യാത്മികതയുടെ പുരോഗതി പരിഗണിക്കുമ്പോൾ കുറച്ചൊക്കെ സാന്ത്വനം തരുന്നതാണ്. പക്ഷേ അവിടം കൊണ്ട് മനുഷ്യൻ അവസാനിപ്പിച്ചുകൂടാ. ഭക്തിസാന്ദ്രമായ മനസ്സുകൊണ്ട് പിന്നെ എന്ത് ചെയ്യണം? ഭക്തി എന്ന് പറയുന്നത് ഭഗവത്ഗീത 12-ാം അധ്യായത്തിലൊക്കെ അദ്വേഷ്ട സർവഭൂതാനാം മൈത്രകരുണയേവച നിർമ്മമോ നിരഹങ്കാരഃ സുഖദുഃഖസുഖക്ഷമീ സമദുഃഖസുഖക്ഷമീ സന്തുഷ്ടഃ സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയഃ മയ്യർപ്പിതമനോ ബുദ്ധിഃ യോ ഭക്ത സമേ പ്രിയഃ എന്നിങ്ങനെയൊക്കെയുള്ള ശ്ലോകങ്ങളിൽ വിസ്തരിക്കപ്പെട്ട ഭക്തിയിൽ നിന്ന് എത്രയോ അകലെയാണ് ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഭക്തി സമീപനങ്ങൾ. ശ്രീമദ് ശങ്കര ഭഗവത് പാദർ തത്വചിന്തയുടെ ഉത്തുംഗ ശൃംഗത്തിൽ വിരാജിക്കുന്ന ആചാര്യസ്വാമികൾ ഭക്തിയെ മോക്ഷസാധന സാമഗ്രിയാം ഭക്തിരേവ ഗരീയസി എന്ന് പ്രകീർത്തിച്ചിട്ടുണ്ട്. സാരം ഇതാണ്: മോക്ഷം പ്രാപിക്കാനുള്ള പ്രക്രിയകളിൽ ഏറ്റവും ശ്രേഷ്ഠയായിരിക്കുന്നത് ഭക്തിയാണ് എന്ന്. പക്ഷെ അവിടെ പറഞ്ഞ ഭക്തി എന്ത്? ഈ ചിന്തയിലേക്ക് സമാജം ഉയരേണ്ടതുണ്ട്. എന്തുകൊണ്ട് വാൽമീകി രാമായണം എന്ന ചോദ്യത്തിന് അങ്ങനെ ഒരു ഉത്തരം നമുക്ക് കണ്ടെത്താം. എന്തുകൊണ്ട് വാൽമീകി രാമായണം? ഭക്തി പ്രഹർഷം, ഭക്തിയുടേതായ വ്യാപനം, അത് സമാജത്തിൽ ഇന്ന് സിദ്ധമായിട്ടുണ്ട് എന്ന് വിചാരിക്കാം. ക്ഷേത്രങ്ങളിലൊക്കെ ധാരാളം ആളുകൾ വരുന്നുണ്ട്, സപ്താഹത്തിലൊക്കെ അനവധി ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. ഇതൊക്കെ പരിഗണിച്ച് ഭക്തിയിലേക്ക് ആളുകൾക്ക് താല്പര്യം വന്നിരിക്കുന്നു. പക്ഷെ ആ ഭക്തിയെ ആചാര്യന്മാർ അപരാഭക്തി എന്ന് വർഗീകരിക്കുന്നുണ്ട്. ഈശ്വരനെ
ആരാധ്യ തത്വമായി കണ്ട് രൂപഭാവാദികളും കൂടി കൽപ്പിച്ച് കഥകളുടെയൊക്കെ സഹായത്തോടെ ആശ്രയിക്കുന്ന പ്രക്രിയ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ കൃഷ്ണൻ എല്ലാം കേൾക്കുന്നവനാണ്, പരമശിവൻ മംഗളകാരിയാണ്, സാക്ഷാൽ വിഷ്ണു മോക്ഷദായകനാണ് എന്നിങ്ങനെയൊക്കെ സ്തുതിക്കുമ്പോൾ നമ്മുടെ 100,000 സങ്കടങ്ങളൊക്കെ ഇറക്കി വയ്ക്കാനുള്ള ഒരു അത്താണിയായി, ആശ്വാസമായിട്ടൊക്കെ അനുഭവപ്പെടുന്നുള്ളൂ. ഇതിനൊക്കെ അപ്പുറത്ത് മനുഷ്യൻ എന്ത് ലക്ഷ്യമിടണം? ബുദ്ധിശക്തി കൊണ്ട് ഓരോരുത്തരും ഇത് അന്വേഷിക്കേണ്ടതുണ്ട്. എൻ്റെ യാത്രയുടെ ലക്ഷ്യം ഏത്? നമുക്ക് ലഭിച്ചിട്ടുള്ള മേധാശക്തി ഇതിൻ്റെ അന്വേഷണത്തിനുള്ളതാണ്. അതുപോലെ തന്നെ ലക്ഷ്യം സാക്ഷാത്കരിച്ച് ലക്ഷ്യത്തെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ജീവിതത്തെ ആസൂത്രണം ചെയ്യാൻ മനസ്സിരുത്തണം. നിർദ്ദിഷ്ട പ്രക്രിയയിലൂടെ മുന്നേറാൻ പ്രവർത്തിക്കണം. ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഈ വഴിത്താരയിൽ മുന്നോട്ട് പോകുമ്പോൾ ഭക്തി കൊണ്ട് ഏറെക്കുറെ പാകമായ പക്വമായ മനസ്സുകൾക്ക് വാൽമീകി രാമായണം ധർമ്മനിഷ്ഠയോട് ലവലേശം സന്ധി ചെയ്യാതെ മുന്നേറിയ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ കഥ അത് പ്രയോജനകരമായിരിക്കും. അതുകൊണ്ട് 41 ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ഈശ്വരഭക്തിയൊക്കെ ഉണ്ട്. അതൊരു വലിയ യോഗ്യതയായിട്ട് നമുക്ക് ഗണിക്കാം. ആ യോഗ്യത വെച്ച് ഭക്തി നമുക്ക് സമ്മാനിക്കുന്ന അറിവിൻ്റെ നിഷ്ഠയിലേക്ക് ഉയരാൻ വാൽമീകി രാമായണം പറയുന്നത് ഭോഗത്തിൻ്റെ വഴിയല്ല. ലക്ഷ്യസാക്ഷാത്കാരം എന്താണ് നമുക്ക് വേണ്ടത്? ഇന്ന് ആധുനിക സൗകര്യങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരുപാട് ഭോഗ്യ അവസരങ്ങൾ, അതിൻ്റെ തിരക്കിൽ പക്ഷേ മനുഷ്യൻ മനസ്സിരുത്തി ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഞാൻ വാസ്തവത്തിൽ ജീവിതത്തെ ആഘോഷിക്കുന്നുവോ, സന്തോഷിക്കുന്നുണ്ടോ എന്ന്. ഇവിടെയാണ് മനുഷ്യൻ്റെ ജന്മാവകാശമായിട്ടുള്ള ആനന്ദവും ശാന്തിയും സ്വാതന്ത്ര്യവും ലക്ഷ്യമാകുന്നത്. അങ്ങനെ ബുദ്ധി കൊണ്ട് പരിപൂർണമായ സ്വാതന്ത്ര്യം, നിരപേക്ഷമായ എന്ന് പറഞ്ഞാൽ ഒന്നിനെയും ആശ്രയിക്കാത്ത ആനന്ദം, നിത്യനിരതിശയ ശാന്തി, ഇത് ലക്ഷ്യമായി തീരുമാനിക്കപ്പെട്ടു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്ദ്രിയ ഭോഗ ജീവിതമല്ല അത് സാക്ഷാത്കരിക്കാനുള്ള വഴി. എന്നാൽ എല്ലാം ഇട്ടെറിഞ്ഞു പോകുന്ന ഒരു ത്യാഗത്തിൻ്റെ വഴിയാണോ? ത്യാഗത്തിൻ്റെ വഴിയും അല്ല, ഭോഗത്തിൻ്റെ വഴിയുമല്ല, ത്യാഗത്തിൻ്റെ വഴിയുമല്ല. പിന്നെയോ മുഴുവൻ മാനവരാശിക്കും ലക്ഷ്യസാക്ഷാത്കാരത്തിൻ്റെ പാതയിൽ അത്യുദാത്തമായ സന്ദേശം പങ്കുവച്ചിട്ടുള്ള ഭാരതത്തിന് പറയാനുള്ള പാത, ലക്ഷ്യസാക്ഷാത്കാരത്തിനുള്ള പാത, അത് യോഗത്തിൻ്റെ പാതയാണ്. എന്താണ് യോഗം എന്ന് ചോദിച്ചാൽ ഭോഗമല്ല, നിരുത്തരവാദിത്വപരമായ ത്യാഗമല്ല, ഭോഗ ത്യാഗമായിട്ടുള്ള യോഗം. ഭോഗത്തിൻ്റെ വഴിയിലേക്കും ചരിക്കുന്നില്ല, ത്യാഗത്തിൻ്റെ വഴിയിലേക്കും വ്യതിചലിച്ചു പോകുന്നില്ല. അതിന് മധ്യേ ഉദാരമായ ഒരു പാത, ശ്രേഷ്ഠമായ ഒരു പാത, ആ പാത യോഗത്തിൻ്റെ പാതയാകും. യോഗം എന്ന് പറയുന്നത് കുശലതയാണ്, യാതൊരു വ്യതിചലനവുമില്ലാത്ത യാത്രയാണ്.
യോഗം എന്ന് പറയുന്നത് സമത്വമാണ്. എല്ലാ അനുഭവ പരിസരങ്ങളിൽ നിന്നും അനുഭവിക്കുന്ന ആളെക്കുറിച്ച് മനസ്സിലാക്കി ആ ഒരു നിലപാട് ഉറപ്പിച്ചെടുക്കുന്നതിൻ്റെ വഴിയാണ്. എങ്ങനെ ശ്രീരാമചന്ദ്ര പ്രഭുവിന് സകല പ്രതിസന്ധികൾക്ക് മുന്നിലും കുലുങ്ങാതെ സധൈര്യം മുന്നോട്ടു പോകാൻ സാധിച്ചു എന്ന് ചോദിച്ചാൽ, ഭോഗമല്ല തൻ്റെ വഴിയെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട്, നിരുത്തരവാദപരമായ ത്യാഗത്തിൻ്റെ വഴിയുമല്ല തൻ്റേത് എന്ന് ബോധ്യമായതുകൊണ്ട് ശ്രീരാമചന്ദ്ര പ്രഭു യോഗത്തിൻ്റെ വഴിയെ ചരിക്കുകയായിരുന്നു. സീതാദേവിയെ ഉപേക്ഷിച്ചതിനെ കുറിച്ച് ശ്രീരാമചന്ദ്ര പ്രഭുവിന് മാപ്പ് കൊടുത്തിട്ടില്ലെന്നും ജാമ്യം കൊടുക്കാൻ സാധിക്കില്ലെന്നും ഒക്കെ ഇവിടെ ചൂണ്ടിക്കാണിച്ചു. ഒരു ചോദ്യം നമ്മൾ ചോദിക്കാൻ വിട്ടുപോയി. ശ്രീരാമചന്ദ്ര പ്രഭു എത്രമേൽ വിഷമിക്കണമെങ്കിൽ വിഷമിക്കുമായിരുന്നു. ആ വിഷമത്തെ ലഘൂകരിക്കാൻ എത്ര ഗൗരവമേറിയ വിഷമമായിരിക്കണം ശ്രീരാമചന്ദ്ര പ്രഭു അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ അനുഭവിച്ചിട്ടുണ്ടാവുക. അതിനെ ലഘൂകരിക്കാൻ മാത്രം ശ്രീരാമചന്ദ്ര പ്രഭുവിനെ സമർത്ഥമാക്കിയ ദർശനമാണ് നമ്മൾ ചർച്ചാ വിഷയമാക്കുന്നത്. ആ ദർശനത്തെ നാം സ്വാംശീകരിച്ചാൽ ജീവിതത്തിൻ്റെ ഏത് വഴികളിലൂടെയായാലും ശരി, അധ്യാത്മരാമായണം കിളിപ്പാട്ട് എഴുതിയ എഴുത്തച്ഛനെ കുറിച്ച് കുറച്ച് വിവാദങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും ശരി, ഒരു വലിയ ഗവേഷണ അടിസ്ഥാനത്തിലുള്ള പഠനം നടത്തി ശ്രീ സി രാധാകൃഷ്ണൻജി ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിന് ഗംഭീരമായ പേരാ, തീക്കടൽ കടഞ്ഞ തിരുമധുരം എന്നൊരു പേര്. വാസ്തവത്തിൽ ജീവിത യാത്ര ഒരു തരം തീക്കടൽ കടയുന്നത് പോലെയാണ്. എല്ലാവരും സുഖകരമായി സാമാന്യ ദൃഷ്ട്യ അങ്ങനെ ജീവിച്ചു പോട്ടെ എന്ന് പ്രകൃതി ഒരിക്കലും കരുതില്ല. നിന്നിൽ നിഹിതമായ അനന്തമായ സർഗസാധ്യതകളെ ഒരു സർഗോത്സവമാക്കി ആവിഷ്കരിച്ചുകൊണ്ട് ജീവിക്കാൻ, അതിനുവേണ്ടി നീ ഈ വഴിത്താരകളിലൂടെ നടക്കൂ എന്നാണ് പ്രകൃതി നമ്മോട് പറയുന്നത്. അതുകൊണ്ട് തീക്കടലുകൾ ഒരുക്കപ്പെടുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് കടഞ്ഞ് തിരുമധുരം വകതിരിച്ചെടുക്കുന്ന വിവേകത്തിൻ്റെ പാഠമാണ് വാൽമീകി രാമായണം പങ്കുവയ്ക്കുന്നത് എന്നാണ് സ്വാമിക്ക് വരുന്ന 41 ദിവസങ്ങൾ കൊണ്ട് പറയാനുള്ളത്. വേറെ വലിയ വാഗ്ദാനങ്ങളൊന്നുമില്ല. ആക്ഷേപങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മൾ പരിഗണിക്കും. പക്ഷെ വാൽമീകി മഹർഷി മറച്ചു വെക്കാതെ തുറന്ന് പറഞ്ഞതിനെ ചികഞ്ഞ് എന്തെങ്കിലുമൊക്കെ നേരെയാക്കണമെന്ന് വിചാരിക്കുന്നില്ല. തീർച്ചയായിട്ടും പരിഗണിക്കും. ചോദ്യം ഇതാണ്, ഏതൊരു ദർശനം കൊണ്ട് ശ്രീരാമചന്ദ്ര പ്രഭുവിന് വളരെ സങ്കീർണമായ പ്രതിസന്ധികൾ നിറഞ്ഞ പാതയിലൂടെ പേര് സൂചിപ്പിക്കും പോലെ ആരമിച്ച് ചരിക്കാൻ സാധിച്ചു. ശങ്കരനാരായണൻജി സൂചിപ്പിക്കുകയുണ്ടായി, ആത്മാരാമോ വിരാജതേ എന്ന്. ഇത് ഔപനിഷദികമാണ്, ഉപനിഷത് സന്ദേശമാണ്. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്ത് തേന ത്യക്തേന ഭുഞ്ജീത എന്ന് ഈശാവാസ്യ ഉപനിഷത്ത് പറഞ്ഞ പാഠം സ്വാമിക്ക് തോന്നുന്നു അത് രാമായണം വ്യാഖ്യാനിക്കുകയാണ്. ശ്രീരാമചന്ദ്ര പ്രഭു കാണിച്ചു തരുന്നു ഈശാവാസ്യമിതം സർവം എന്ന ദർശനം കൊണ്ട് ഇവിടെ വളരെ സന്തോഷമായി. ഈ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രിയ ലാളനത്തിൻ്റെ സന്തോഷമല്ല, അതിനപ്പുറത്ത് മൂല്യവത്തായ ഒരു സന്തോഷം, നിരതിശയമായ ആത്മാനന്ദം നുകർന്നുകൊണ്ട് ഇവിടെ വർത്തിക്കാൻ സാധിക്കും. ഇത് ശ്രീരാമചന്ദ്രജിയുടെ ജീവിതത്തിൽ എങ്ങനെ പ്രകടമായി പ്രകാശിതമായി ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ ആ ഒരു ഉജ്ജ്വലമായ ജീവിതത്തിന് മാറ്റു പകരുമാറ്, വ്യാഖ്യാനം നൽകുമാറ്
ഒപ്പം ലക്ഷ്മണനുണ്ട്, ഭരതനുണ്ട്, ശത്രുഘ്നനുണ്ട്, അതുപോലെ തന്നെ സീതാമാതാവുണ്ട്. ഹനുമാനും ഒട്ടും കുറയ്ക്കുന്നില്ല. ആ ചിത്രങ്ങളൊക്കെയാണ് നമുക്ക് കാണാനുള്ളത്. ഇത്രയാണ് സ്വാമിക്ക് ആമുഖമായി ഇന്ന് പറയാനുള്ളത്. നാളെ തൊട്ട് നമ്മൾ വാൽമീകി രാമായണം ആരംഭിക്കുന്നു.